മറന്നിട്ടുണ്ടാവില്ല മലയാളികൾ ഈ മനുഷ്യനെ, നിത്യ യൗവനമാർന്ന ഈ പാട്ടിനെയും. ഈ വിരൽത്തുമ്പിൽ നിന്ന് ഊർന്നു വീണ സംഗീതത്തെയും മറക്കാൻ ആവുകയില്ല നമുക്ക്. കൈരളിയുടെ സംഗീത നഭസിൽ ഒരു കാലത്ത് ഏറ്റവും പ്രശോഭിതമായിരുന്ന നക്ഷത്രമായിരുന്നു ഈ മനുഷ്യൻ. ചന്ദന സുഗന്ധികളായ ഒരു പിടി മധുരഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച കലാകാരൻ. കാതോട് കാതോരം ഹൃദയരാഗങ്ങൾ കേൾപ്പിച്ച ഈ ഗാനശില്പിയെ നാം അറിയും, ആലപ്പി രംഗനാഥിനെ. കലാലോകത്തെ ബഹുമുഖ പ്രതിഭയായിരുന്നു ഈ മനുഷ്യൻ. ഇവിടെ പുതിയ കാലത്തിന്റെ പൂമുഖത്തിണ്ണയിലിരുന്ന് ഓർമ്മകളിലേക്ക് മെഴുന്നീട്ടുകയാണ് ആലപ്പി രംഗനാഥ്. പരമ്പരയായി കിട്ടിയതാണ് സംഗീതം. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അമ്മ, അമ്മയുടെ അമ്മ, അവിടം തൊട്ട് സംഗീത സപര്യ ചെയ്യുന്ന കുടുംബാംഗങ്ങളായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനും ഒരു പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്നു. വേഴപ്ര കുഞ്ഞു കുഞ്ഞു ഭാഗവതർ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം സിനിമാവേദിയിലോ മറ്റ് കലാവേദികളിലോ പ്രത്യക്ഷപ്പെട്ടു വന്ന ഒരു കൊമേഴ്സ്യൽ കലാകാരനല്ലായിരുന്നു. തികച്ചും ഒരു സംഗീത അധ്യാപകനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിതം പര്യവസാനിപ്പിച്ച ഒരു സംഗീതജ്ഞനായിരുന്നു. അപ്പം അച്ഛനും അമ്മയും സംഗീതജ്ഞരായി, ഞങ്ങൾ മക്കളും സംഗീതജ്ഞരും സംഗീതോപകരണ വാദകരും നർത്തക്കാരും എന്നു വേണ്ട ഏതാണ്ട് 2-3 കലകൾ ശാസ്ത്രീയമായി അഭ്യസിക്കാൻ ബാല്യത്തിലെ ഇടയായി. അതിനുള്ള വാസനയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാല്യകാലവും പാരമ്പര്യവുമാണ് എന്നെ ഈ സംഗീതജ്ഞനായി ഇന്നും ജീവിപ്പിക്കുന്നത്. സംഗീതബോധം മാത്രമല്ല, സാഹിത്യ അഭിരുചി കൂടി ചേർത്ത് വയ്ക്കപ്പെട്ടതാണ് രംഗനാഥിന്റെ കലാജീവിതം. നല്ല എഴുത്തുകാരനുമായിരുന്നു ഇദ്ദേഹം. കലാലോകത്തേക്കുള്ള കാൽവയ്പ് പാട്ടുകൾ സ്വന്തമായി എഴുതി അവയ്ക്ക് സംഗീതം നൽകിയായിരുന്നു. ഇമ്പമുള്ള പാട്ടുകൾ കേൾപ്പിച്ച് അനുവാചക ഹൃദയങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു രംഗനാഥ്. SSLC കഴിഞ്ഞ് ഞാൻ മലയാളം വിദ്വാൻ പഠിക്കുന്ന കാലഘട്ടത്തിലെ ഈ സാഹിത്യവാസന കൂടെ എനിക്കുണ്ടായിരുന്നുകൊണ്ട് രചനയും സംഗീതവും എന്ന രീതിയിൽ ആ വിങ്ങിലാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ ഏതാണ്ട് 68 കാലഘട്ടത്തിൽ 67-68 കാലഘട്ടത്തിൽ തുടങ്ങി നാടകഗാനങ്ങൾ എഴുതി സംഗീത സംവിധാനം ചെയ്യുന്ന ഒരു റൂട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. തികച്ചും ഒരു ഗായകനായി അത് മാത്രമായി മുമ്പോട്ട് പോകാഞ്ഞതിന് ഉപോത്ബലകമായ ഒരു കാര്യമുണ്ട്. അതിന് ഒരു ഗായകന് വേണ്ടുന്ന അത് ഏറ്റവും മധുരമായ ശബ്ദമാണ്. എൻ്റെ ശബ്ദം വളരെ മധുരമാണെന്നൊരു വിശ്വാസം എനിക്കില്ല, ഒരു വിലയിരുത്തൽ എനിക്കില്ല. ഒരു ന്യായമായ ശബ്ദക്കാരൻ. അപ്പോൾ ആ ശബ്ദം കൊണ്ട് നമ്മുടെ വലിയ ഗായക നിരയിലേക്ക് വന്നെത്തുവാൻ കഴിയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കഴിവ് എങ്ങനെ സ്വരൂപിച്ചെടുക്കാമെന്ന് ചിന്തിച്ചപ്പോൾ അത് ഈ സംഗീതവും സാഹിത്യവും കൂടെ സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാകട്ടെ എന്ന് തീരുമാനിച്ചു. സംഗീതോപകരണങ്ങളിൽ രാഗതാളലയം തീർക്കുന്ന മിടുക്കുമായാണ് രംഗനാഥൻ എന്ന ആലപ്പുഴക്കാരൻ സിനിമാ നഗരമായ മദ്രാസിലേക്ക് വണ്ടി കയറുന്നത്. സിനിമാ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയുള്ള യാത്രയായിരുന്നു അത്. അവിടെ മലയാള സിനിമയിലെ പ്രതിഭാധനരായ സംഗീത സംവിധായകരെ തന്നെ ഗുരുനാഥന്മാരായി കിട്ടി. അവരുടെ അനുഗ്രഹങ്ങളും കിട്ടി. എനിക്ക് ചെറുപ്പം മുതലൊരു ആഗ്രഹം, സംഗീത സംവിധായകൻ എന്ന് പേരാണെങ്കിൽ നമ്മുടെ സംഗീതം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കണോ? അല്ലെങ്കിൽ പിന്നെ സംഗീതം ആലപ്പി രംഗനാഥ് എന്ന് വെച്ചിട്ട് കാര്യം എന്നാ? ഈണം ആലപ്പി രംഗനാഥ് എന്ന് വെച്ചാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് അതിൽ അല്പം പഠിക്കണം എന്നുള്ള വാശിയുണ്ടാകുകയും അങ്ങനെ മദ്രാസിൽ ശ്രീമാൻ സത്യൻ മാസ്റ്ററുടെ അന്ത്യകാലത്തിൽ അദ്ദേഹവുമായിട്ട് എൻ്റെ അച്ഛൻ മുഖേനയുള്ള ബന്ധത്തിൽ ബന്ധപ്പെടുകയും അദ്ദേഹം എന്നെ ബാബുരായ് സാറ്, അന്നത്തെ പ്രഗത്ഭ സംഗീത സംവിധായകരിൽ ഒരാളും എൻ്റെ മാനസിക ഗുരുനാഥനുമായ ബാബുരായ് സാറിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. അദ്ദേഹവുമായിട്ട് സരസ്വതി എന്ന് പറയുന്ന സിനിമയിൽ അന്ന് എനിക്ക് ഹാർമോണിയം വായിക്കാൻ എല്ലാരീശ്വരി പാടിയ മധുര 17 ഇന്നും എനിക്ക് വയസ്സ് മധുര 17 അതിനകത്ത് ഹാർമോണിയം വായിച്ചുകൊണ്ട് തുടങ്ങി. അത് കഴിഞ്ഞ് രാഘവൻ മാസ്റ്ററുമായിട്ട് പരിചയപ്പെട്ടു.
അദ്ദേഹത്തിൻ്റെ തുറക്കാത്ത വാതിലിൽ നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട്, ആ പാട്ടിൽ ബുൾബുൾ വായിച്ചുകൊണ്ട് കൂടെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു പല സംഗീത സംവിധായകരുടെ കൂടെയും അല്പാൽപമായി അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യാനോ അവരെ അസോസിയേറ്റ് ചെയ്യാനോ അല്ല, മറിച്ച് അവരുടെ കൂടെ വിദ്യാർത്ഥിയായിട്ട് മെല്ലെ 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 ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. ഒപ്പം ജോസഫ് കൃഷ്ണ എന്ന് പറയുന്ന ഗോവാക്കാരൻ സംഗീത സംവിധായകനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വെസ്റ്റേണിൻ്റെ ഗുരുവാക്കി സ്വീകരിച്ച് ദക്ഷിണ കൊടുത്ത് അദ്ദേഹമാണ് ഈ പ്രാഥമിക സംവിധാനം ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഉപകരണങ്ങൾ കൊണ്ട് മേളമൊരുക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. എനിക്കൊരു സിനിമ അതിൽ സംഗീത സംവിധായകനായിട്ട് എനിക്ക് തരാൻ എന്നെ ക്ഷണിച്ചത് 2 വ്യക്തികൾ ഒന്നുചേർന്നുള്ള ഒരു സംരംഭത്തിലാണ്. പ്രിയസഖിക്കൊരു ലേഖനം എന്നതായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ ദാസേട്ടൻ പാടാൻ 3 പാട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ട് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: പ്രിയസഖിക്കൊരു ലേഖനം, എൻ്റെ പ്രിയതമയ്ക്കൊരു ലേഖനം, നിനക്കോർക്കാൻ എന്നെയോർക്കാൻ എഴുതും പ്രിയലേഖനം, പ്രിയസഖിക്കൊരു ലേഖനം, എൻ്റെ പ്രിയതമയ്ക്കൊരു ലേഖനം, നിനക്കോർക്കാൻ എന്നെയോർക്കാൻ എഴുതും പ്രിയലേഖനം, പ്രിയസഖിക്കൊരു ലേഖനം. ഈ പാട്ട് ദാസേട്ടൻ പാടാൻ ഇടയായി. അങ്ങനെ ദാസേട്ടൻ ഏതാണ്ട് 252ഓളം ഗാനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്.